സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. നെടുംകുന്നം ഇടവകയെ കിഴക്കിൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റണമെന്ന് അവിടുത്തെ പൗത്രൽ പിതാവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുതിർന്ന വൈദികരിൽ പ്രഥമ ഗണനീയനാണ് ഈ വൈദികൻ. ചുരുക്കിപ്പറഞ്ഞാൽ നെടുംകുന്നം ഫൊറോന ദേവാലയ പരിസരം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. നെടുംകുന്നം ഫൊറോന ദേവാലയത്തിൽ നിന്നും അച്ഛൻ പിന്നീടെത്തുന്നത് 4 കോടി സെന്റ് തോമസ് ഇടവക പള്ളിയിലേക്കാണ്. തൻ്റെ തനത് ശൈലിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അച്ഛനിവിടെ പ്രാവർത്തികമാക്കി. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ ഒരു സീനിയർ വൈദികനാണ് ബഹുമാനപ്പെട്ട ലാൻതോട്ടം ജേക്കബ് അച്ഛൻ. അദ്ദേഹം പല ഇടവുകൾ, കത്തീഡ്രൽ ഉൾപ്പെടെ പല ഇടവുകൾ വികാരിയായിട്ടും അതിലൂടെ ചാൻസലറായിട്ടും മനസ്സമാ ഡയറക്ടറായിട്ടൊക്കെ സേവിച്ചിട്ടുള്ള ആളാണ്. ഈ പാലക്കാട് സെന്റ് തോമസ് പള്ളിയിൽ തന്നെ അദ്ദേഹം 2 പ്രാവശ്യം, ആദ്യ പ്രാവശ്യം 1 വർഷവും പിന്നീട് 7 വർഷവും ശുശ്രൂഷ ചെയ്തു. വളരെ ധന്യമായ ശുശ്രൂഷയായിരുന്നു എന്നുള്ള സംശയമില്ല. ഇടവക്കാർക്ക് അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ എന്നും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ മാതൃടവയായ മണിമല ഫൊറോന പള്ളിയിൽ ഞാനും 2 വർഷം ശുശ്രൂഷ ചെയ്തതാണ്. അച്ഛൻ്റെ കുടുംബത്തെയും ബന്ധുജനങ്ങളെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് അച്ഛനെ പറ്റി എനിക്ക് വളരെയേറെ സ്നേഹവും ആദരവും ബഹുമാനമുള്ള വന്യ വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷയും ജീവസാക്ഷ്യവും തീക്ഷ്ണയേറിയ വിശ്വാസ ജീവിതമൊക്കെ നേർക്ക് മാതൃകയും പ്രചോദനമായി തീരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി ഏറെക്കാലം നേർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2 പ്രാവശ്യമായി ഏതാണ്ട് 8 വർഷത്തോളം ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ അനുവദിച്ചു. പ്രാർത്ഥനാപൂർവമായി ഈ ദേവാലയത്തെ പുനർനിർമ്മിക്കുന്നതിൽ അച്ഛൻ
നിർണായക പങ്ക് വഹിച്ചു. പഴയ മദ്ബഹ നവീകരിച്ചുകൊണ്ടും പുതിയ ബേമ നിർമ്മിച്ചുകൊണ്ടും ദേവാലയത്തെ കൂടുതൽ ചൈതന്യവത്താക്കാൻ അച്ഛന് കഴിഞ്ഞു. ലാനിത്തോട്ടത്തിൽ അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരാധനാക്രമത്തിലെ വിശ്വാസയോഗ്യമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് കൂടുതൽ പ്രാമുഖ്യവും മുൻതൂക്കവും കൽപ്പിച്ച് വേണ്ടതായ പരിഷ്കാരങ്ങൾ ഈ ഇടവകയിൽ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഏത് സമയത്തും വിശ്വാസികൾക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സൗകര്യാർത്ഥം മദ്ബഹായിൽ നിന്നും സക്രാരി വേറൊരു സ്ഥാനത്തോട്ട് സ്ഥാപിക്കുകയും എല്ലാ സമയവും ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ട അവസരം അദ്ദേഹം നൽകി. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുടുംബക്കൂട്ടായ്മ പ്രസ്ഥാനത്തിന് തന്നെ തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ലാനിത്തോട്ടത്തിന് ആദ്യം ഇവിടെ ഇരുന്ന കാലത്താണ്. രണ്ടാമത് അദ്ദേഹം വന്ന കാലത്ത് അതിനെ ഊടും പാവും നൽകി കൂടുതൽ ശക്തിമത്താക്കി അതിനെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടവന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അച്ഛന് വന്ന കാലയളവിൽ തന്നെ ബേമ അൾത്താരയ്ക്ക് മുൻപിലായി പുതിയ ആരാധനാവത്സരക്രമം അനുസരിച്ചിട്ട് ചെയ്യേണ്ടതായ ബേമ നിർമ്മിക്കുകയും അതിനോട് ചേർന്ന് പിന്നീട് മദ്ബഹ വിപുലീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഈ ഇടവകയെ സംബന്ധിച്ച് ഏറെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. പുറമേ നിന്നുള്ള കാഴ്ചയിൽ ദേവാലയത്തെ കൂടുതൽ ഉത്കൃഷ്ടമാക്കുന്ന രീതിയിൽ പുരാതനമായ കൽക്കുരിശും കൊടിമരവും പ്രതിഷ്ഠിച്ചു. ഇതിനെല്ലാമുപരി ഇടവകയിലെ യുവതലമുറയെ പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ ആത്മീയ മാർഗങ്ങളിലേക്ക് നയിക്കാൻ പോരുന്ന ഒരു മീഡിയ റൂം അച്ഛൻ തൻ്റെ കാലത്ത് ക്രമീകരിച്ചു. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കാര്യമാണ് മീഡിയ റൂമിൻ്റെ സ്ഥാപനം. സൺഡേ സ്കൂളിന് കുട്ടികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മീഡിയ റൂം ഞങ്ങളുടെ ഇടവകയ്ക്ക് അച്ഛൻ ആഗ്രഹപ്രകാരം അത് സാധ്യതമാക്കി തന്നു. അതിൻ്റെ പ്രതിഫലനമെന്ന വണ്ണം ആ വർഷം ഇടവക തലത്തിൽ അതിരൂപത തലത്തിൽ സൺഡേ സ്കൂളിന് ഗോൾഡൻ സ്റ്റാർ പദവി ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അച്ഛനിലൂടെ ഈ ഇടവകയ്ക്ക് നേട്ടങ്ങളുടെ പട്ടിക മാത്രമേ നിരത്തുവാനായിട്ടുള്ളൂ. ഇടവകയിലെ ഓരോ കുടുംബത്തെയും ഏറെ കരുതലോടെയും പിതൃവാത്സല്യത്തോടെയുമാണ് ഈ വൈദികൻ സമീപിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ഇടവക കൂട്ടായ്മകൾ ഏറെ സജീവമായിരുന്നു. 2007 മുതൽ 2014 വരെ 7 വർഷക്കാലത്തോളം അച്ഛൻ വികാരിയായിട്ട് ഇവിടെ ചുമതല ഏറ്റെടുത്തത്. അന്നു മുതൽ ഇടവകയുടെ ആധ്യാത്മിക രംഗത്തും മാത്രമല്ല 4 കോടി പ്രദേശത്തിൻ്റെ സാമൂഹികമായ രംഗത്തും അച്ഛന് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല ധാരാളം പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുകയുണ്ടായി. അച്ഛൻ ഇവിടെ വികാരിയായിരുന്ന കാലത്താണ് ഇടവകയുടെ പഞ്ചരജത ജൂബിലി നടപ്പിൽ വരുത്തിയത്. ആ വർഷം 3 വർഷക്കാലത്തെ ആഘോഷങ്ങളാണ് നടപ്പിലാക്കിയത്. അതിൽ പ്രധാനപ്പെട്ടത് ആയിരുന്നു പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് വീട് പണിതു കൊടുക്കുക, റിപ്പയറിങ്ങിന് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതുകൂടാതെ അതിരൂപതയിൽ നിന്നുള്ള പദ്ധതിയായ കളർ എ ഡ്രീം എന്ന സ്കീമിൽ ധാരാളം കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഉതകത്തക്ക തരത്തിൽ സഹായം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി, കളർ എ ഹോം എന്ന സ്കീമിൽ വീടില്ലാത്തവർക്ക് വീട് സഹായം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി, ഇവയൊക്കെയും ആവിഷ്കരിച്ചത് അച്ഛൻ്റെ കാലത്താണ്. മരങ്ങളെയും ചെടികളെയും ഏറെ സ്നേഹിച്ചിരുന്ന ജേക്കബ് അച്ഛൻ തൻ്റെ ഇടവകയിലും അതിൻ്റെ അടയാളങ്ങൾ ശേഷിപ്പിക്കാൻ മറന്നില്ല. ഇടവകയുടെ പഞ്ചരജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ 125 തേക്കിൻ തൈകൾ നട്ട് ആ ഇടവകയുടെ ഓരോ വർഷത്തെ സൂചിപ്പിക്കുന്ന ഓരോ തൈകളും 125 വർഷമായിട്ട് കണക്കാക്കി 125 വർഷത്തെ വർഷം പരിഗണിച്ച് 125 തേക്കിൻ തൈകൾ ഇവിടെ കുഴിച്ചു വെക്കുകയും അച്ഛൻ്റെ കാലത്ത് ഏതാണ്ട് 3 വർഷക്കാലം
എനിക്ക് ഇവിടെ ഒരു കൈക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ അച്ഛനെ ഒരാൾ കാണാൻ വന്നപ്പോഴത്തേന് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ പുറവശത്തെ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അവിടെ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, ഒരു ലുങ്കിയും ഷർട്ടും ഇട്ട് വെള്ളം ഒഴിക്കുന്ന ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് വികാരിയച്ഛന്. അപ്പോൾ അങ്ങനെ കൃഷിയോട് വളരെ താല്പര്യവും ഒരുപാട് ആവേശമുള്ള ഒരു മനുഷ്യനെ അപൂർവ അച്ഛന്മാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ലാനത്തോട്ടത്തിലെ അച്ഛൻ. കർഷക മേഖലയിൽ നിന്ന്, മണിമലയിൽ നിന്ന് എത്തിയ അച്ഛൻ കൃഷിയോട് ഏറെ താല്പര്യമുള്ളവനായിരുന്നു. ഇടവകയിലെ മൊത്തം ജനങ്ങളെയും മൊത്തം കുടുംബങ്ങളെയും കൃഷിയിൽ ഉന്മുഖരാകത്തക്ക തരത്തിൽ അച്ഛൻ സ്വയം ഇടവകയിൽ തന്നെ കൃഷികൾ ആരംഭിച്ചു, മാതൃക കാട്ടിക്കൊടുത്തു. ഇടവകയുടെ ചുറ്റും പലയിടത്തും ലഭ്യമാകാത്ത മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി. അതിന് ഇടവക ജനങ്ങൾ പൂർണ്ണ സപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അത് വിജയമായിരുന്നു. പലയിടങ്ങളിൽ നിന്ന് പോലും വെണ്ടയുടെ അരി, പയറിൻ്റെ വിത്തുകൾ ഇവയ്ക്കൊക്കെ ആയിട്ട് ആൾക്കാർ പള്ളിമുറ്റത്ത്, പള്ളിമേടയിൽ എത്തിച്ചേരുക കാഴ്ച കൗതുകകരമായിട്ടാണ് അനുഭവപ്പെട്ടത്. വീടുകൾ തോറും പച്ചക്കറിത്തോട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സ്ത്രീകളുടെ അധ്വാനശേഷിയും അഭിരുചികളും മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ലാനിത്തോട്ടം അച്ഛൻ ഇവിടെ ഇരുന്ന സമയത്ത് ഞാനിവിടെ മാതൃജോസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളുടെ സംഘടനാപരമായ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ ആണ് നേതൃത്വം നൽകിയിരുന്നത്. ഞങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് തരികയും അതിലൂടെ ഒരുപാട് പേരുടെ നന്മ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങൾ ഓരോരുത്തരോടും അച്ഛൻ വളരെ സൗഹൃദപരമായും ഓരോരുത്തരുടെയും ആവശ്യങ്ങളനുസരിച്ച് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് ഈ ഇടവകയ്ക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലാനിത്തോട്ടത്തിൽ അച്ഛൻ വന്നതിന് ശേഷം സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു. കുടുംബങ്ങളിൽ സ്ത്രീകൾക്കുള്ള പങ്ക്, അപ്പോൾ സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ അച്ഛന് പച്ചക്കറി കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ വന്ന് സന്ദർശിക്കുകയും ഞങ്ങളുടെ കൃഷികളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് തയ്യൽ ക്ലാസ്സുകൾ, ബേക്കറി കോഴ്സുകൾ, കുടനിർമ്മാണം, അങ്ങനെ എല്ലാ തരത്തിലും സ്ത്രീകളെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ഒരു താല്പര്യം അച്ഛൻ എപ്പോഴും കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് അച്ഛനുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങളൊരു അപ്പനോടെന്നതുപോലെ എന്തും നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അച്ഛനായിട്ടുണ്ടായിരുന്നു. (2001) മുതൽ 2007 വരെയുള്ള വർഷങ്ങൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ സുവർണകാലമായിരുന്നു എന്ന് ചരിത്രം. കാരണം ഈ കാലയളവിൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകയെ നയിച്ചത് ബഹുമാനപ്പെട്ട ലാനിത്തോട്ടത്തിൽ അച്ഛനായിരുന്നു. കത്തീഡ്രൽ പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വളരെ വലിയ സംഭവങ്ങൾ നടക്കുവാനായിട്ട് ഇടയായത്. ചങ്ങനാശ്ശേരിയുടെ സഹായമെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ മെത്രാഭിഷേക കർമ്മം അദ്ദേഹം ഇവിടെ വികാരിയായിരിക്കുന്ന കാലത്താണ് നടന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ട്, ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയ അവസരത്തിലും വലിയ ഒരു സ്വീകരണവും വലിയ ഒരു ചടങ്ങും ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതിനും ഒക്കെ ആളുകളെയൊക്കെ സംഘടിപ്പിക്കുവാനും വളരെ നന്നായിട്ട് അതിന് ക്രമീകരണങ്ങളെല്ലാം നടത്തുവാനും അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം ഒരു വികാരിയച്ഛൻ എപ്രകാരം വർത്തിക്കണമെന്ന് ഉള്ളതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു എന്നുള്ളതാണ്. 1850ഓളം കുടുംബങ്ങൾ
നേരിട്ട് മെത്രാപ്പോലിത്തൻ ഇടവകയുമായി ബന്ധപ്പെടുമ്പോൾ അവരെ 1850 കുടുംബാംഗങ്ങളെയും നേരിട്ട് അറിയുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിത്വത്തിൻ്റെ വലിയ മാഹാത്മ്യം. അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ വേദനകളിൽ, സന്തോഷങ്ങളിലൊക്കെ ഉൾച്ചേരുവാൻ എപ്പോഴും മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഗ്ലാനിത്തോട്ടത്തിലച്ചൻ. അദ്ദേഹം ഇടവകയിലെ മതബോധന ശുശ്രൂഷയ്ക്ക് വലിയ ഒരു ആവേശവും കരുത്തുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ മതബോധന രംഗത്ത് ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ 7 വർഷക്കാലവും എനിക്ക് എല്ലാവിധ സപ്പോർട്ടും മതാധ്യാപകർക്കെല്ലാം ഒരു കരുത്തും കരുതലുമായി ഇരിക്കുവാൻ അച്ഛന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ഒന്നുപോലെ ശ്രദ്ധാലുവായിരുന്നു ഈ വൈദികൻ. ചങ്ങനാശ്ശേരിയുടെ വിശാലതയ്ക്കപ്പുറം തൻ്റെ ജനത്തെ ദൈവവിശ്വാസത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കാൻ ഗ്ലാനിത്തോട്ടത്തിലച്ചൻ എന്നും ശ്രമിച്ചിരുന്നു. നേരത്തെ എനിക്ക് അച്ഛന്മാരെ പറ്റിയുള്ള കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസം ഈ പുള്ളിക്കാരനെ കണ്ടുമുട്ടി കഴിഞ്ഞ പിന്നാണ്. ഒരു സത്യവും നീതിയൊക്കെ ഉള്ളൊരു വൈദികനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം പുള്ളിക്കൊരു തീരുമാനമുണ്ട്, ആ തീരുമാനം സത്യമാണെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി മാത്രമേ നിലകൊള്ളുകയുള്ളൂ. ആരൊക്കെ ഏത് വലിയ പ്രഗത്ഭന്മാരാണെന്ന് പറഞ്ഞാലും പുള്ളി അതിൽ നിന്ന് അണികട മാറത്തില്ല. ഈ ദേവാലയത്തോട് പരിസരവുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങൾക്കും വൻ ശക്തികളൊക്കെ ഒന്നിച്ചു നിന്നപ്പോഴും പുള്ളിയുടെ നിലപാടിൽ തന്നെ നിൽക്കുകയും നെഗറ്റീവായിട്ട് പുള്ളിയൊന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ അച്ഛന്മാരെ ഭവന സന്ദർശനങ്ങളോ മറ്റോ സമയമില്ല. അവർക്ക് ഒരു ബൈക്കുള്ളവരാണ്, ബൈക്കിൽ കയറി അവരുടേതായ രീതിക്ക് പോവുക. മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് ഒരു കൂട്ടായ്മ മീറ്റിങ്ങിനിടയ്ക്ക് ഞാൻ അച്ഛൻ അധ്യക്ഷനായിട്ടുള്ള മീറ്റിങ്ങിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, അച്ഛന്മാർക്ക് ഭവന സന്ദർശനത്തിനും സമയമില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വരാം അവിടെ ഭവന സന്ദർശനം, നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു ദിവസം രാവിലെ ഈ മാർക്കറ്റ് പ്രദേശത്തെത്തുകയും ഇവിടെയുള്ള ഭവനങ്ങളെല്ലാം കയറി ഇറങ്ങുകയും ചെയ്തു. ഇവിടെയുള്ളവരുടെ ജീവിതാനുഭവങ്ങളും ഭവനങ്ങളും ഒക്കെ കണ്ട് അച്ഛന് ഒത്തിരി അവരോട് കരുണ തോന്നി. സാധുക്കളെ ഒത്തിരി സ്നേഹിക്കുകയും അവരുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വൈദികനായിട്ടാണ് പലപ്പോഴും എനിക്ക് അച്ഛനെ മനസ്സിലായത്. പിന്നെ അടുത്തറിയും തോറും അച്ഛൻ ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ച് സാധു കുഞ്ഞുങ്ങളെ രഹസ്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതാരും അറിയണമെന്ന് അച്ഛന് ആഗ്രഹമില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ കാലത്തായിരുന്നു സർക്കാരിൻ്റെ ന്യൂനപക്ഷങ്ങളോടുള്ള പ്രശ്നം, ആ വിദ്യാഭ്യാസ മേഖലയിലൊക്കെയുള്ള പ്രശ്നത്തിൻ്റെ സമയം. മെത്രാപ്പോലിത്തൻ പള്ളിയിൽ നിന്ന് 20 ബസ്സോളം നിറച്ച് പോയപ്പോഴും ഈ മാർക്കറ്റ് പ്രദേശത്ത് 7 ബസ്സോളം അതിൻ്റെ കൂടെ ചേർന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പോവുകയും സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. ചരിത്രപരമായും പൗരാണികമായും ഏറെ പ്രാധാന്യമുള്ള ചങ്ങനാശ്ശേരി പള്ളിയെ തനത് പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചില പരിഷ്കാരങ്ങളിലൂടെ സംരക്ഷിക്കാൻ മുൻകൈയെടുത്തത് ഈ വൈദികനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവ് ഈ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ ഉപയുക്തമാകുന്ന തരത്തിൽ ദൈവജനത്തിൻ്റെ നന്മയ്ക്കും ശുശ്രൂഷാ സംവിധാനത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവ് മുഴുവൻ വളരെ സുത്യർഹമായ രീതിയിൽ അച്ഛൻ ഈ ഇടവകയിൽ സേവനം ചെയ്തു എന്ന കാര്യത്തിൽ ഇടവക ജനങ്ങൾക്കാർക്കും യാതൊരു തർക്കത്തിനും ഇടയില്ല. അച്ഛൻ ഇവിടെ സേവനം ചെയ്ത കാലങ്ങൾ, ആ കാലയളവുകൾ ഒരിക്കലും ചങ്ങനാശ്ശേരി നിവാസികൾക്ക് മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അച്ഛനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി അത് നടപ്പിലാക്കുവാൻ എന്ത് ത്യാഗവും അച്ഛൻ സഹിക്കുമായിരുന്നു. പെരുന്നാളിൻ്റെ സമയങ്ങളിലൊക്കെ മാർക്കറ്റിലെ വ്യാപാരികളെല്ലാം വിളിച്ച്, ഫോണിൽ കൂടെ വിളിച്ച് അവരുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും അതുപോലെ പെരുന്നാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ എല്ലാവരെയും വിളിച്ച് നന്ദി പറയുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. അപ്പം വ്യാപാരി സമൂഹത്തിന് അച്ഛനോട് വളരെയധികം സന്തോഷവും വളരെയധികം ഒരു കടപ്പാടും ഉണ്ടായിരുന്നു. ആ രീതികൾ ഇന്നും നടന്നു പോരുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മദ്ബഹയോടൊപ്പം പുതിയ ബേമ നിർമ്മിച്ചും ഭിത്തികൾ കൂടുതൽ ബലപ്പെടുത്തിയും പള്ളിയുടെ ആത്മീയ ചാരുത അദ്ദേഹം കൂടുതൽ പ്രോജ്വലമാക്കി.
ഈ മെത്രാപ്പോലിത്തൻ പള്ളിയുടെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ നവീകരണത്തിനുള്ള ധനശേഖരണാർത്ഥം അദ്ദേഹം വീട് വീടാന്തരം കയറിയിറങ്ങി പണം സമാഹരിക്കുകയും വളരെ മനോഹരമായിട്ട് അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ സേവനങ്ങളിൽ ആകൃഷ്ടനായ ഒരു കാര്യം ഇടവകയിലെ രോഗികളായ കിടപ്പ് രോഗികൾക്ക് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന കൊടുക്കുന്ന, ആ വീടുകളിൽ ചെന്ന് വിശുദ്ധ കുർബാന കൊടുക്കുന്ന അച്ഛൻ്റെ ആ രീതി, അതിൽ എൻ്റെ പരേതനായ എൻ്റെ പിതാവും പങ്കാളിയായിരുന്നു. അത് കണ്ടാണ് ഞാൻ ഈ അച്ഛനുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാനും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷണനായി ഈ പള്ളിക്കാര്യങ്ങളിലേക്ക് കടന്നു വരുവാനും സാഹചര്യമായത്. പഴയ സിമിത്തേരിയെ പൂർണ്ണമായും നവീകരിച്ചുകൊണ്ട് മരങ്ങളും ചെടികളും നട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കബറിടങ്ങൾ കൂടുതൽ സുന്ദരമാക്കി. ഇടവകയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഏറെ ശ്രദ്ധ ചെലുത്തിയ വലിയ ഒരു ഇടവകയുടെ പിതാവായിരുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയിലെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പുതുമോടിയിലേക്ക് അതിനെ കൊണ്ടുവരുവാനും പഴയ കുമ്മായ തേപ്പെല്ലാം മാറ്റി സിമൻറ്റ് തേപ്പുകളൊക്കെ തേച്ച് വളരെ മനോഹരമായ ആഡംബരമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട ജേക്കബ് ലാൻതൊട്ടച്ചൻ ശ്രമിക്കുകയുണ്ടായി. ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല അച്ഛൻ സന്തോഷപൂർവം ഏറ്റെടുക്കുന്നത്. 2005-6 വർഷങ്ങളിലായിട്ട് ഇവിടെ ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് ഈ അതിരൂപതയിലെ ഏറ്റവും നിലവാരം പാലിക്കുന്ന സ്കൂളായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. CMC സന്യാസിനികൾ നടത്തുന്ന ഈ സ്കൂള് തലമുറകളെ രൂപീകരിക്കുന്നത് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് അതിരൂപതയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ് സെൻറ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ നേട്ടങ്ങളെല്ലാം തന്നിലൂടെ നിറവേറുന്നത് ദൈവഹിതമായാണ് ഈ വൈദികൻ കരുതുന്നത്. പ്രത്യേകമായിട്ടും ബോർഡിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് ദൂരെ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ തങ്ങളുടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വിദ്യാഭ്യാസം നടത്തുന്നു എന്നുള്ളത് നമുക്കേറ്റവും അഭിമാനകരമായി തോന്നുകയാണ്. 1-ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ള വിദ്യാഭ്യാസം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ മേൽത്തോട്ടം നടക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾക്ക് ഒത്തിരിയേറെ ആശ്വാസകരമായിട്ടാണ് കാണപ്പെടുക. പഠനത്തിലും കായിക പരിപാടികളിലും സ്വഭാവ സംസ്കരണത്തിലും എല്ലാം തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സ്കൂള് ചങ്ങനാശ്ശേരിയുടെ തിലക്കുറിയായിട്ട് ഇന്നും വിരാജിക്കുന്നു. 2014 നാലുകോടി പള്ളിയിൽ വെച്ച് തൻ്റെ വൈദിക ശുശ്രൂഷയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം ലാനിത്തോട്ടത്തിൽ അച്ഛൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എങ്കിലും ഇന്നും ആത്മീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവും സന്നദ്ധനുമാണ് ഈ വൈദികൻ. അച്ഛൻ ഇവിടെ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനും 3 കുട്ടികൾ ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയും അവർക്ക് വിശ്വാസപരമായി നല്ല കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ പല ശമ്മാശന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ വളരെ ഉറക്കത്തിൽ കുർബാന ചെല്ലുവാനുള്ള പ്രചോദനമുണ്ടായത് ലാനിത്തോട്ടത്തിൽ അച്ഛൻ കുർബാന ചെല്ലുന്നത് കണ്ടിട്ടാണെന്നാണ്. അച്ഛൻ്റെ കുർബാന തുടങ്ങി കുർബാന അവസാനിക്കുന്നത് വരെ ഒരേ ശബ്ദം, ഒരിക്കലും ടോൺ കുറയത്തില്ല. വീട്ടിൽ കുർബാന അർപ്പിക്കുമ്പോഴാണെങ്കിൽ പോലും, പ്രൈവറ്റ് മാസ് ആണെങ്കിൽ പോലും കുർബാന അർപ്പിക്കേണ്ട എല്ലാ കുപ്പായവും അണിഞ്ഞ് മാത്രം കുർബാന ചെല്ലുന്നത്. ബലിയർപ്പിക്കുമ്പോൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന അതേ പ്രാധാന്യത്തോടെയാണ് ബലിയർപ്പിക്കുന്നത്. അതിന് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവസഭയിലൂടെ വിശുദ്ധിയിൽ വ്യാപരിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അച്ഛൻ എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്. അച്ഛൻ ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. അതിൽ ഞങ്ങളെല്ലാവരും സംബന്ധിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ച് പ്രഭാത ഭക്ഷണം. അപ്പോൾ ദൂരെ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠന്മാരും സഹോദരിമാരുടെയും എല്ലാ വിശേഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കും. അച്ഛൻ പറയാറുണ്ട്, ഏത് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അതിനെ സന്തോഷത്തോടെ സഹിക്കണം, അപ്പോൾ പ്രതിഫലം 100 ഇരട്ടി നമുക്ക് ലഭിക്കും. വിശുദ്ധ കുർബാന ഉള്ളപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങൾ അയൽപക്കത്തൊക്കെ പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവരെയും പള്ളിയിൽ പോകാൻ ക്ലാസ് കാരണം കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവരെയെല്ലാം വിളിക്കും. അവരൊക്കെ വന്ന് ഞങ്ങളോടുകൂടി ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. കുട്ടികൾ കുർബാനയ്ക്ക് കൂടും. ശുശ്രൂഷയായിട്ടും ലേഖനം വായിക്കാനും അവരാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇവിടെ അച്ഛൻ വരുന്നത്. തൻ്റെ ആത്മീയ ചൈതന്യം ഏവർക്കും പകർന്നു കൊടുക്കുവാൻ ഈ വൈദികൻ എന്നും ഒരുക്കമാണ്. എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവീക മനസ്സിനുടമയാണ് നമ്മുടെ ജേക്കബ് ലാനിത്തോട്ടത്തിലച്ഛൻ. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം